നമസ്കാരം. ബോസ്കോ ക്യാമ്പസ് വിഷൻ ഓൺലൈൻ ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഞാൻ അജയ് ജോസഫ് ചാക്കോ, അസിസ്റ്റന്റ് പ്രൊഫസർ, ഡോൺ ബോസ്കോ കോളേജ്, കൊട്ടിയം. ഈ വീഡിയോ ലെക്ചറിൽ ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് BBA BCom വിദ്യാർത്ഥികളുടെ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എന്ന സബ്ജക്റ്റിലെ റൈറ്റ്സ് ഓഫ് എ കൺസ്യൂമർ എന്ന ടോപ്പിക്കാണ്. Before we study the rights of a consumer, let us see who is a consumer. A consumer is a person who buys any goods or avails a service for a consideration. Consumers use the goods or services they buy. It does not include a person who obtains goods for resale or goods or services for commercial purpose. For example, when you buy a packet of bread and start eating it, you become a consumer. And second example, when you avail a wireless internet service from a provider and you start using it in your cell phone, you become a consumer. അതായത് വില കൊടുത്ത് സാധനങ്ങൾ വാങ്ങുകയും സേവനങ്ങൾ ഉപയോഗിക്കുകയും അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തികളെയാണ് ഉപഭോക്താവെന്ന് പറയുന്നത്. എന്നാൽ സാധനങ്ങൾ മറച്ചു വിൽക്കാനോ വാണിജ്യ ആവശ്യങ്ങൾക്കോ വാങ്ങുന്നവരെ ഉപഭോക്താവായി പരിഗണിക്കുന്നില്ല. വാങ്ങുന്ന സാധനങ്ങൾ ഉപയോഗിക്കുന്നവരെയാണ് ഉപഭോക്താവെന്ന് നമ്മൾ പറയുന്നത്. ഇനി ഇവിടെ തന്നിരിക്കുന്ന എക്സാമ്പിൾ ഒന്ന് നോക്കാം. നിങ്ങളൊരു പാക്കറ്റ് ബ്രെഡ് വാങ്ങിക്കുകയും അത് കഴിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളൊരു കൺസ്യൂമറായി മാറുന്നു. രണ്ടാമത്തെ ഉദാഹരണത്തിൽ നിങ്ങളൊരു വയർലെസ് ഇൻ്റർനെറ്റ് സർവീസ് വാങ്ങുകയും അത് നിങ്ങളുടെ സെൽഫോണിൽ ഉപയോഗിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളൊരു ഉപഭോക്താവായി മാറുന്നു. ഹൂ ഈസ് എ കൺസ്യൂമർ അഥവാ ആരാണ് ഒരു ഉപഭോക്താവ്, അതിനെക്കുറിച്ച് നാം മനസ്സിലാക്കി. ഇനി നമുക്ക് ആ ഉപഭോക്താവിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് നോക്കാം. ദാറ്റ് ഈസ് റൈറ്റ്സ് ഓഫ് എ കൺസ്യൂമർ. അക്കോർഡിംഗ് ടു സെക്ഷൻ 6 ഓഫ് ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986, the following rights are available to consumers. Number 1, right to be protected or right to safety. Number 2, right to information. Number 3, right to choose. Number 4, right to be heard. Number 5, right to seek redressal. And finally, number 6, right to consumer education. Now let's see the first right of a consumer. Right to be protected or right to safety. Every consumer has the right to be protected against the marketing of goods and services which are hazardous to life and property. This particularly applies to medicines, pharmaceuticals, foodstuffs and automobiles. The right requires all such products of critical nature to life and property to be carefully tested and validated before being marketed to the consumer. അതായത് തങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായിട്ടുള്ള അല്ലെങ്കിൽ ആയിത്തീരാൻ സാധ്യതയുള്ള സാധനങ്ങളുടെ വിപണനത്തിൽ നിന്നും സംരക്ഷണം ലഭിക്കാനുള്ള അവകാശം ഓരോ ഉപഭോക്താവിനും ഉണ്ട്. മരുന്നുകൾ, ആഹാര സാധനങ്ങൾ, വാഹനങ്ങൾ മുതലായ സാധനങ്ങൾക്ക് ഈ അവകാശം കൂടുതൽ ബാധകമാണ്. അതിനാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന സാധനങ്ങളും മറ്റും ഉപഭോക്താക്കളിലേക്ക് എത്തുന്നതിനു മുമ്പ് തന്നെ അവ ശ്രദ്ധാപൂർവം പരിശോധിക്കുകയും അപകടമില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം. ഇങ്ങനെ സംരക്ഷിക്കപ്പെടുക എന്നത് ഉപഭോക്താവിൻ്റെ ഒരു അവകാശമാണ്. Second right, right to information. Every consumer has the right to be informed about the quality, quantity, potency, purity, standard and price of the goods or services as the case may be, so as to protect the consumer against the unfair trade practices. അതായത് വാങ്ങുന്ന സാധനത്തിൻ്റെ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സേവനത്തിൻ്റെ ഗുണമേന്മ, അളവ്, സാമർഥ്യം, വീര്യം, പരിശുദ്ധി, ഗുണനിലവാരം, വില എന്നീ കാര്യങ്ങൾ അറിയുവാനുള്ള അവകാശം ഒരു ഉപഭോക്താവിനുണ്ട്. അത് നിർമ്മാതാവ് ഉപഭോക്താവിനെ അറിയിക്കേണ്ടതാണ്. അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് അഥവാ അധാർമിക വ്യാപാര രീതികൾ അല്ലെങ്കിൽ ന്യായമല്ലാത്ത വ്യാപാര രീതികൾ, ഇവയിൽ നിന്നും ഒരു ഉപഭോക്താവിനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വിവരങ്ങൾ, ആ വാങ്ങുന്ന സാധനത്തിൻ്റെ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന സേവനത്തിൻ്റെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകണമെന്ന് നിഷ്കർഷിച്ചിട്ടുള്ളത്. Third one, right to choose. Every consumer has the absolute right to buy any goods or services of his choice at competitive prices.
from among the different goods or services available in the market. In other words, no seller can influence his choice in an unfair manner. If any seller does so, it will be deemed as interference in his right to choose. ഒരു കമ്പോളത്തിൽ ലഭ്യമായിട്ടുള്ള വിവിധങ്ങളായ സാധനങ്ങളും സേവനങ്ങളും തങ്ങളുടെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാനുള്ള പരിപൂർണ അവകാശം ഓരോ ഉപഭോക്താവിനും ഉണ്ട്. ഒരു വിൽപ്പനക്കാരനും അന്യായമായ രീതിയിൽ ഉപഭോക്താവിൻ്റെ തിരഞ്ഞെടുക്കാനുള്ള ഈ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ അവകാശത്തെ സ്വാധീനിക്കാൻ കഴിയില്ല. ഇനി അഥവാ ഏതെങ്കിലും വിൽപ്പനക്കാരൻ ഉപഭോക്താവിൻ്റെ ഈ സ്വാതന്ത്ര്യത്തെ അന്യായമായി സ്വാധീനിക്കാൻ ശ്രമിച്ചാൽ അതിനെ ഉപഭോക്താവിൻ്റെ തിരഞ്ഞെടുക്കാനുള്ള അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമായി പരിഗണിക്കുകയും ചെയ്യും. Fourth right, right to be heard. A consumer has the right that his complaint be heard. Under this right, the consumer can file a complaint when he or she feels exploited, and he has the right to approach a consumer court to voice his complaint. This right empowers the consumers to fearlessly voice their concerns and seek justice in case they are exploited. അതായത് തൻ്റെ പരാതി ശരിയായ വേദികളിൽ കേൾക്കപ്പെടാനുള്ള അവകാശം ഓരോ ഉപഭോക്താവിനുമുണ്ട്. താൻ ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് ഒരു ഉപഭോക്താവിന് തോന്നുകയാണെങ്കിൽ തൻ്റെ പരാതി ഉന്നയിക്കാൻ അയാൾക്ക് ഉപഭോക്തൃ കോടതിയെ സമീപിക്കാനുള്ള അവകാശമുണ്ട്. ഭയം കൂടാതെ പരാതികൾ ഉന്നയിക്കാനും നീതി തേടാനും ഈ അവകാശം ഉപഭോക്താക്കളെ സഹായിക്കുന്നു. Fifth right, right to seek redressal. When a consumer feels exploited, he or she has the right to approach a consumer court to file a complaint. A consumer court is a forum that hears the complaint and provides justice to the party that has been hurt. This right provides compensation to the consumers against unfair trade practice of the seller. ഉപഭോക്താവിൻ്റെ പരാതികൾ കേൾക്കുകയും അതിന് പരിഹാരം കാണുന്ന ഒരു ഫോറം അഥവാ വേദിയുമാണ് ഉപഭോക്തൃ കോടതി എന്ന് പറയുന്നത്. താൻ ചൂഷണം ചെയ്യപ്പെട്ടു എന്ന് തോന്നിയാൽ ഉപഭോക്തൃ കോടതിയെ സമീപിക്കാനുള്ള അവകാശം ഉപഭോക്താവിനുണ്ട്. ഈ അവകാശത്തിലൂടെ ഉപഭോക്താവിന് വിൽപ്പനക്കാരിൽ നിന്നും ഉണ്ടായ നഷ്ടത്തിനും ചൂഷണത്തിനും നഷ്ടപരിഹാരം ലഭ്യമാകുന്നു. റൈറ്റ് ടു സീക്ക് റിഡ്രസൽ. റിഡ്രസൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ പരിഹാരം എന്നാണ്. ഫൈനലി സിക്സ്ത് റൈറ്റ്, റൈറ്റ് ടു കൺസ്യൂമർ എഡ്യൂക്കേഷൻ. Consumer education refers to educating the consumer constantly with regard to their rights. Consumer must be aware of their rights and must have access to enough information while making purchase decisions. Such information can help them to choose what to purchase, how much to purchase, and at what price. Unless they know, they cannot seek justice when they are actually hurt or exploited. തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് നിരന്തരം ഉപഭോക്താക്കളെ പഠിപ്പിക്കുന്നതിനാണ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. സാധനങ്ങൾ വാങ്ങാനോ സേവനങ്ങൾ ഉപയോഗിക്കുവാനോ തീരുമാനമെടുക്കുമ്പോൾ തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ഒരു ഉപഭോക്താവ് ബോധവാനായിരിക്കണം. എങ്കിൽ മാത്രമേ ചൂഷണം നടക്കുമ്പോൾ അത് മനസ്സിലാക്കി പരാതിപ്പെട്ട് പരിഹാരം കണ്ടെത്താൻ അയാൾക്ക് സാധിക്കുകയുള്ളൂ. ഇത്തരത്തിൽ ബോധവൽക്കരണം ലഭിക്കാൻ ഒരു ഉപഭോക്താവിന് അവകാശമുണ്ട്. ഈ വീഡിയോ ലെക്ചറിലൂടെ ഒരു ഉപഭോക്താവ് ആരാണെന്നും ഉപഭോക്താവിൻ്റെ 6 അവകാശങ്ങൾ ഏതൊക്കെയാണെന്നും നിങ്ങളെല്ലാവരും മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കും ക്ലാസ്സുകൾക്കുമായി ഞങ്ങളുടെ കോളേജിൻ്റെ യൂട്യൂബ് ചാനലായ ബോസ്കോ ക്യാമ്പസ് വിഷൻ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ ലിസണിങ്.